അപ്പോൾ എൻ്റെ അടുത്തൊരാൾ വിളിച്ച് ചോദിച്ച ചോദ്യം, അത് അങ്ങനെയാണെങ്കിൽ സാർ അവിടെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഇത് കൊടുക്കുമ്പോൾ, ഓവർഫ്ലോ ടാങ്ക് കൊടുക്കുമ്പോൾ അതും ഒരു കിണറല്ലേ എന്നുള്ള ഒരു രീതിയിൽ വരും. മെയിൻ കട്ടള വയ്ക്കുമ്പോൾ ഈ പഞ്ചശിരസ് എവിടെ വയ്ക്കണം ഒരു ചോദ്യമുണ്ട്. അപ്പോൾ മെയിൻ കട്ടള വയ്ക്കുമ്പോൾ പഞ്ചശിരസ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം നമ്മുടെ കയറുന്നതിൻ്റെ റൈറ്റ് ഭാഗത്ത് ഈ കട്ടളയുടെ ഈ മെമ്പറിൻ്റെ താഴെയാണ് നമ്മൾ പഞ്ചശിരസ് വയ്ക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കുക, പലരും തെറ്റി വയ്ക്കാറുണ്ട് ഈ പടിയുടെ അടിയിലേക്ക് വയ്ക്കുന്ന രീതിയിൽ. അപ്പം പഞ്ചശിരസ് വയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മർമ്മദോഷം പരിഹരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവർ 6 അടി 4 ഇഞ്ച് പൊക്കമുള്ള ഞാൻ പോലും ഇതിനകത്ത് കുനിഞ്ഞ് കയറുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പം എല്ലാവരും ചോദിക്കും 6 അടി 4 ഇഞ്ച് ഇല്ലാത്ത ആൾക്കാർക്ക് അപ്പം കുനിഞ്ഞ് കയറാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി ഇവിടെ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ സൈറ്റിൽ വെച്ചിട്ട് ഈ ഒരു വീഡിയോ പറഞ്ഞത്. ഇപ്പം നമ്മൾ തുടങ്ങിയത് സെപ്റ്റിക് ടാങ്കിൻ്റെ കിണറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളിതിനെ കൂടുതലും ഇതിൻ്റെ ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ ഒക്കെ കാര്യത്തിലേക്കൊക്കെ നമ്മൾ പോയി. ഹായ്, നമസ്കാരം. വാസ്തുഗൃഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ നമ്മൾ വാട്ടർ ടാങ്കിനെ കുറിച്ച് സെപ്റ്റിക് ടാങ്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പിന്നെയും സംശയങ്ങൾ തീരുന്നില്ല. എന്താണെന്നറിയില്ല, പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില പോയിന്റുകൾ വീണ്ടും ക്വസ്റ്റ്യൻസിൻ്റെ ഫോമിൽ വരാറുണ്ട്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, നമ്മളുടെ ടാങ്ക് സം ടാങ്ക്, അതായത് നമ്മുടെ വാട്ടർ ടാങ്ക് സം ടാങ്ക് എന്ന് പറയും, അണ്ടർഗ്രൗണ്ട് പോകുന്ന ടാങ്ക് നോർത്ത് വെസ്റ്റ് കോർണറിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു കിണറിൻ്റെ എഫക്റ്റ് ആവുമെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തൊരാൾ വിളിച്ച് ചോദിച്ച ചോദ്യം, അത് അങ്ങനെയാണെങ്കിൽ സാർ അവിടെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഇത് കൊടുക്കുമ്പോൾ, ഓവർഫ്ലോ ടാങ്ക് കൊടുക്കുമ്പോൾ അതും ഒരു കിണറല്ലേ എന്നുള്ള ഒരു രീതിയിൽ വരും. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് ഞാൻ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് മലിനജലവും മറ്റത് നമ്മൾ ശുദ്ധജലം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാങ്കുമാണ്. അപ്പോൾ ഈ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗം, കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വെള്ളം, നമ്മളിലേക്ക് എത്തുന്ന ശുദ്ധജലത്തിനെയാണ് നമ്മൾ കിണർ എന്ന കാറ്റഗറിയിൽ നമ്മൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. സെപ്റ്റിക് ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം മലിനജലം എന്ന് പറയുന്നത്, അത് മലിനജലം താഴെ അതിൽ പിടിച്ച് പോകാനാണ് നമ്മൾ സോക്ക്പിറ്റ് കൊടുക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ, അത് നോർത്ത് വെസ്റ്റ് സെക്ടറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോർത്ത് വെസ്റ്റ് സെക്ടറിൽ നമ്മൾ സെപ്റ്റിക് ടാങ്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ലീച്ച് പിറ്റ് നമുക്ക് സ്വാഭാവികമായിട്ട് നോർത്ത് വെസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനൊരു കിണറെന്ന രീതിയിൽ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. കാര്യം വാട്ടർ സോഴ്സ് നമ്മൾ ശുദ്ധജലം റീറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് മാത്രമാണ് നമ്മൾ ഈ കിണറെന്ന കോൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അത് പലപ്പോഴും വളരെ ഡീപ്പാകുമ്പോൾ, സം ടാങ്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് കുഴിച്ചിടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കിണറിൻ്റെ ഒരു പ്രിൻസിപ്പിളിൽ വരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോയിൻ്റ്. അത് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം ശുദ്ധജലവും മലിനജലവും രണ്ടും മനസ്സിലാക്കുക. ശുദ്ധജലം നമ്മുടെ കൺസംഷന് വേണ്ടിയിട്ട്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഈ കിണർ. പിന്നെ കിണറിൻ്റെ കോൺസെപ്റ്റ് വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന കിണറിനെ സംബന്ധിച്ചോളം കിണറിൻ്റെ ഊറ്റാണ് അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വെള്ളം ഊറി മുകളിലേക്ക് വരിക, അത് നമുക്ക് റീറ്റെയിൻ ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് നമ്മളിത് പറയുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ പോയിന്റുകൾ ഇങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ വാസ്തുവിൽ ഇനിയും ഒരുപാട് ഇതുപോലുള്ള കൺഫ്യൂഷൻ വരുന്ന കുറേ കാര്യം. ഇപ്പം ഞാൻ പലപ്പോഴും ഈ വാസ്തു വീഡിയോ ഈ സൈറ്റിൽ വെച്ച് ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ചില സൈറ്റിൽ ചില കാര്യങ്ങളും കൂടെ പറഞ്ഞു പോവുക എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലൊരു കാര്യം കൂടെ ഞാനിന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞെങ്കിലും ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഡോർസ് നമ്മളിപ്പം മെയിൻ കട്ടള വയ്ക്കുമ്പോൾ ഈ പഞ്ചശിരസ് എവിടെ വയ്ക്കണം ഒരു ചോദ്യമുണ്ട്. അപ്പോൾ മെയിൻ കട്ടള വയ്ക്കുമ്പോൾ പഞ്ചശിരസ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം നമ്മുടെ കയറുന്നതിൻ്റെ റൈറ്റ് ഭാഗത്ത് ഈ കട്ടളയുടെ ഈ മെമ്പറിൻ്റെ താഴെയാണ് നമ്മൾ പഞ്ചശിരസ് വയ്ക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കുക, പലരും തെറ്റി വയ്ക്കാറുണ്ട് ഈ പടിയുടെ അടിയിലേക്ക് വയ്ക്കുന്ന രീതിയിൽ. അപ്പം പഞ്ചശിരസ് വയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മർമ്മദോഷം പരിഹരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ പഞ്ചശിരസ് വയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ കിഴക്ക് ദർശനമാണ് വീടെങ്കിൽ ആനയുടെ ഭാഗം തല കിഴക്കോട്ട് വരുന്ന രീതിയിൽ വയ്ക്കുക, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടെ നമ്മൾ
ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ പഞ്ചസെൽസിനെ പറ്റിയൊക്കെ. പഞ്ചസെൽസ് ഇതിൻ്റെ റിയൽ ടൈം ആപ്ലിക്കേഷനാണ്. ഞാനിപ്പോൾ ഒരു സൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു സൈറ്റിൽ പ്ലാവിൻ്റെ കട്ടളയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. പ്ലാവിൻ്റെ കട്ടള എന്ന് പറയുന്നത് കറയുള്ള വൃക്ഷം എന്ന നിലയിൽ നമ്മുടെ മെയിൻ ഡോറിന് ഏറ്റവും നല്ലത് പ്ലാവിൻ്റെ കട്ടള തന്നെയാണ്. പലരും പറയും തേക്ക് വേണം, ഒരു ആഠ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലക്ഷറിയുടെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തേക്കിലേക്ക് പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് കറയുള്ള വൃക്ഷം എന്ന രീതിയിൽ പ്ലാവ് തന്നെയാണ് ഏറ്റവും നല്ലത്. മഹാദ്വാരം ചെയ്യാൻ ഏറ്റവും നല്ലത് പ്ലാവ് തന്നെയാണ്. അപ്പോൾ മഹാദ്വാരം കൃത്യമായി സ്ഥാപിക്കുമ്പോൾ പഞ്ചശിരസ് കൃത്യമായിട്ട് സ്ഥാപിക്കും. ഇനി നമുക്ക് വേറൊരു കാര്യം പറയുന്നത്, നമ്മൾ ഇതിനകത്തുള്ള കാര്യം പൂജാമുറി എന്ന് പറയുന്നത്. പൂജാമുറി ഞാൻ കാണിക്കാം. പൂജാമുറിയുടെ ഇതിന് കണക്കുണ്ട് ശരിക്കും വാതിലിന്. ഈ പൂജാമുറിയുടെ കട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, മറ്റു കട്ടിലേക്കാളും ചെറുതായിട്ട്. പൂജാമുറി നിങ്ങളൊരു സ്പേസ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കട്ടള പൂജാമുറിയുടെ വാതിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മറ്റു വാതിലിനൊക്കെ വേറൊന്നുമില്ല, നമുക്കൊന്ന് കുനിഞ്ഞ് കയറപ്പം. ഇവർ 6 അടി 4 ഇഞ്ച് പൊക്കമുള്ള ഞാൻ പോലും ഇതിനകത്ത് കുനിഞ്ഞ് കയറുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പം എല്ലാവരും ചോദിക്കും 6 അടി 4 ഇഞ്ച് ഇല്ലാത്ത ആൾക്കാർക്ക് അപ്പം കുനിഞ്ഞ് കയറാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മറ്റ് ദ്വാരങ്ങളെ അപേക്ഷിച്ച് പൂജാമുറിയുടെ ഡോറ് താന്നിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതിന് ഒരുപാട് പ്രിൻസിപ്പിളുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ പറയാം. അതിൻ്റെ കണക്കൊക്കെ ഉണ്ട്. നമ്മളത് നോക്കി കൃത്യമായിട്ട് വേണം അത് ചെയ്യാനെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി ഇവിടെ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ സൈറ്റിൽ വെച്ചിട്ട് ഈ ഒരു വീഡിയോ പറഞ്ഞത്. ഇപ്പം നമ്മൾ തുടങ്ങിയത് സെപ്റ്റിക് ടാങ്കിൻ്റെ കിണറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളിതിനെ കൂടുതലും ഇതിൻ്റെ ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെയൊക്കെ കാര്യത്തിലേക്കൊക്കെ നമ്മൾ പോയി സംസാരിക്കാമെന്നുള്ളതില്ല. അപ്പോൾ ഇതിനെല്ലാം കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. മധ്യസൂത്രം ശ്രദ്ധിച്ചാൽ അറിയാം. മധ്യസൂത്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുക. ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സാണ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതിനകത്ത് വാതിലുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് വാതിലുകൾ ഇതിപ്പോൾ ഇതിനകത്ത് ഈ വീട്ടിൽ ഇപ്പോൾ മറ്റു വാതിലുകൾ, ഈ ബെഡ്റൂം വാതിലൊക്കെ റെഡിമെയ്ഡ് വാതിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വാതിലുകൾ നിങ്ങൾ ഇതിനകത്ത് കാണാത്തത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റു നല്ല വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.